ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചക്ക നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. ചക്ക ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതിന് ശേഷം മിക്സി ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. എന്നിട്ട് നമുക്ക് ആ ചക്ക അരച്ച് വെച്ച ചക്ക നമുക്ക് കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 1-2 വിസിൽ കേൾക്കുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ബാക്കി ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരയേണ്ട, ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ മതി. അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ആ കുക്കറിൽ വിസിൽ കേട്ടിട്ടുണ്ട്. വിസിൽ കേട്ടതിന് ശേഷം നമുക്കത് തുറന്നിട്ട് ആ അരപ്പ്, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ടൈമിൽ നമുക്കൊന്ന് പാത്രം ചൂടാക്കാം. ഗ്യാസിലേക്ക് വയ്ക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്നും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നീട് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാൻ നോക്കണം. അങ്ങനെ ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് അരച്ചു വെച്ച ചക്കയും മിക്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിനെ ഇളക്കി മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വേവിക്കാൻ വയ്ക്കാം. ആ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.